അപ്പോൾ എന്തായാലും ഈച്ചുവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ നമ്മൾ വന്നിട്ടുള്ളത് ഓട്ടോ ഹെഡ്സ് ഓട്ടോമോട്ടീവ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചങ്ങരംകുളത്തുള്ള ഷോപ്പിലാണ്. അപ്പം നമ്മൾ ഇവരൊരു വീഡിയോ കാണാനിടയുണ്ടായി. ഇൻസ്റ്റയിലാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ഈ വീഡിയോ ഈച്ചു എനിക്കും അയച്ചിട്ടിനി, ഞാൻ ഈച്ചുവിനും അയച്ചിട്ടിനി. കാരണം വണ്ടി കണ്ടപ്പം നല്ല വൃത്തി, മാഷാ നല്ല സൂപ്പർ വൃത്തിയുള്ള വണ്ടി, പിന്നെ ഏറ്റവും ലാസ്റ്റിക്കുള്ള വണ്ടി. ഈ വണ്ടി ഇപ്പോൾ പ്രൊഡക്ഷൻ നിന്ന വണ്ടിയാണ്, അപ്പോൾ ലാസ്റ്റിക്കുള്ള വണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഞാനിപ്പോൾ വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടീൻ്റെ പിന്നാലെ കൂടുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്ന് ഓരോയിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു വണ്ടി. ഓലെ നമുക്ക് വണ്ടി കൊണ്ടുത്തന്നു, കോട്ടക്കൽക്ക് കൊണ്ടുത്തന്നു, നമ്മളെല്ലാവരും ഓടിച്ചു നോക്കി. അപ്പം അങ്ങനത്തെ ഒരു വണ്ടി. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓട്ടോ ഹെഡ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് വണ്ടി ചാറായിട്ട് ഇറക്കിയിട്ട് മറ്റേ ചന്ത പോലെ വിൽക്കുക എന്നുള്ള സ്കീമിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തിരഞ്ഞെടുത്തിട്ട് പോലെ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് പോയിട്ട് ഒരുപാട് ആൾക്കാർ തിരക്കൂട്ടി വന്നാൽ നമുക്ക് അതിന് മാത്രം വണ്ടികളില്ല. പോലെ അടുത്ത് കാണുന്ന വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടികൾ സിംഗിൾ ആണെങ്കിൽ ഓല് വളരെ ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിന് ക്വാളിറ്റി വണ്ടികൾ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മോട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അവരെ ധൈര്യമായിട്ടും ട്രസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പം ഉമ്മച്ചിക്ക് കാര്യങ്ങൾ അറിയില്ല, ഇപ്പച്ചിക്ക് ഇത് ഇന്നിങ്ങോട്ട് പോകുന്നത് തന്നെ അറിയില്ല. ഇപ്പച്ചി 4:30 ആകുമ്പോൾ സ്കൂൾ വിടുമ്പോൾ എന്തായാലും വിളിക്കണ്ടോ, പെരയിലൊന്നും ആളില്ല, ഉമ്മച്ചിനെ അടക്കം കൊണ്ടുപോയി. അപ്പോൾ ഉപ്പച്ചിക്ക് ഈ സംഭവം തന്നെ അറിയില്ല. ഇപ്പോൾ പെരയിൽ പോകുമ്പോൾ 2 വണ്ടിയായിട്ട് വരുമ്പോഴാണ് ഉപ്പച്ചി തന്നെ ശ്രദ്ധിക്കുക. വലിയൊരു സപ്പോർട്ട് എന്തായാലും ഞാൻ ഇപ്പച്ചിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കണില്ല. കാരണം ഇപ്പച്ചിക്ക് ആകെ ഇത്രയും കാലം എടുത്ത വണ്ടികളിൽ ഇഷ്ടപ്പെട്ട അർബാനിയാണ്. അത് കുഴപ്പമില്ല, അതെല്ലാവർക്കും പോകാനെങ്കിലും പറ്റുന്നുണ്ട് അറിയാം. ബാക്കി ഇപ്പോൾ ഐക്രോസ് ആണെങ്കിലോ ഡിസയർ ആണെങ്കിലോ അർബാനി മലനും കുറേ കൊണ്ടുവന്നിരിക്കണേ. പക്ഷെ എന്നാലും മലേനോടൊക്കെ എതിർപ്പ് തന്നെയാണ്. സ്കൂട്ടി മതിയല്ലോ എന്ന് ചോദിക്കും, ഈ സ്കൂട്ടി കൊണ്ട് പോകാലോ എന്ന് അറിയും. അപ്പം വലിയ വണ്ടികൾ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഇപ്പച്ചി. അപ്പം എന്തായാലും അതിനുള്ളത് ഈച്ചു പെരെ പോയിട്ട് എന്തായാലും സവിനയ ഉപ്പച്ചിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റ് വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വണ്ടി എടുക്കണതിൻ്റെ ആ ഒരു ഇത് എന്തായാലും വീട്ടിൽ പോയിട്ട് കിട്ടട്ടെ. അതെനിക്ക് ചിലപ്പോൾ വ്ളോഗ് ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആവില്ല കിട്ടുമ്പോൾ നല്ലോണം കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന ഷോപ്പ് ഇതാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോണ വണ്ടി മാറിക്ക്, ഇതാണ് നമ്മൾ എടുക്കാൻ പോണ വണ്ടി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് നമ്മളെ ബ്ലാക്ക് ഗാരേജിക്ക് 2ാമത്തെ വണ്ടിയായി. കുറേ ഇതിൻ്റെ പിന്നാലെ ആശാന് വണ്ടിയൊക്കെ കണ്ടുവച്ചിട്ട് കുറച്ചായി, 3 മാസമായി വണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഇവിടെ വന്ന് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ കിട്ടിക്കൊണ്ടിരുന്നില്ല. നമ്മൾ പുറത്തും ഇവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്കിത് വണ്ടി എടുക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോ ഹെഡ്സിലാണുള്ളത്. എന്തായാലും നമുക്ക് വണ്ടി ഡെലിവറിക്ക് കാര്യങ്ങൾക്ക് അച്ഛനൊന്നും അറിയില്ലല്ലോ. എൻ്റെ തൊള്ളേന്ന് അറിയാതെ ഞാൻ അനണ്ടപ്പുണ്ട് പറഞ്ഞേ അത്ര. അപ്പോൾ എന്തായാലും നമുക്ക് പോയോക്കാം, വണ്ടീൻ്റെ ഡെലിവറിയും കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഈച്ചുവിൻ്റെ വണ്ടി. ബ്ലാക്കൊക്കെ കണ്ടറിഞ്ഞിട്ടില്ലേ, കുന്തപ്പോയിട്ടും ക്യാമറയൊക്കെ ഇവിടെ. എന്നാ ഫസ്റ്റ് കഴിഞ്ഞ് എന്തിനാ പോണേ തീരുമാനിച്ചിട്ടില്ലല്ലേ, നന്നായി. ബന്ധിച്ചാ ചെവി പൊട്ടുട്ടാ കണ്ണാ, ഒരു മയത്തിൽ കൊടുക്കണേ, ചെവിക്കൊന്നും ഠമ്മേ അറിയില്ലല്ലോ. ചേട്ടാ ഒരു മിനിറ്റ്, ഈ പൊക്കി കൊടുത്തിട്ട് അപ്പോൾ ഈച്ചുവിൻ്റെ ഏറ്റവും പുതിയ വണ്ടി. ലോഞ്ചല്ല, ഇത് വാങ്ങി. ഉമ്മച്ചിന്റെ പേരിലാണ് ലോൺ ഇട്ടിക്കണത്. അല്ലെങ്കിൽ ലോൺ ഉമ്മച്ചിന്റെ പേര് തന്നെ, അത് ഉമ്മച്ചി അതൊക്കെ പേപ്പർ പോയി റെഡി ആക്കിക്കണേ. ഉമ്മച്ചി ഇവിടെ പേരുണ്ട്, ഉമ്മച്ചിന്റെ പേരിലേ കിട്ടുള്ളേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ വണ്ടി. കാണിച്ചു കൊടുക്കും ഷാബാ. ആയിക്കോട്ടെ. എന്താ AC അല്ലേ ചെയ്തിട്ടാണ്
പോളിഷ് ചെയ്തിരുന്നു അത് തുടച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഈശുവിൻ്റെ വണ്ടി. ലൈറ്റൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു വണ്ടിയില്ലേ? ഇതെവിടെ ഇനി നിർത്തുക? പോയൊക്കെ അതിൽ കയറി ഇരുന്നോളി. ഓടുക്കണ്ടാവും, ഈശോ എടുക്കണ്ടാവോ? ഇപ്പച്ചിനോട് പറഞ്ഞോണ്ടിട്ടോ. ഡാപ്സിനെ കാണാൻ വന്ന ചങ്ങരകുളത്തേക്കാണ് വീട്ടിലേക്ക് വിളിച്ചിങ്ങനെ കൊടുന്നാണ് ഈച്ചു. അപ്പോൾ അതാ വണ്ടി സെറ്റായിട്ടിരിക്കുകയാണ്. ഈച്ചോ എടുത്തോ? അല്ല നമുക്ക് അതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്കിത് എടുത്താലോ? തമ്മിൽ എടുത്താലോ? അപ്പം നീച്ചുവിൻ്റെ വണ്ടി ഡെലിവറിയാണ്, അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പോയോക്കാം. അഫീഫ് എന്താണ് ആ കുന്തത്തിലും എടുക്കണ ഒരു സാധനത്തിൻ്റെ ഔട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. എന്താ അങ്ങനെ ഇതാ ദുബായിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ ആ കുന്തം പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ട്. എന്താ സംഭവം എന്നോ ഇത് വരുമോന്നോ ഒന്നുമില്ല കേട്ടോ. ഔട്ട് ഇറങ്ങുമോ ആഫിയെ? ഔട്ട് എങ്ങനെ അത് എടുക്കാൻ അറിയുന്നുള്ളൂ, എങ്ങനെ ഫോണൊക്കെ ആക്കി എഡിറ്റ് ചെയ്യാന്നൊന്നും അറിയില്ല. റൈഫ് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടിട്ടോ. ഇനി ഇത് ഔട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇത് കറമൂസ കുത്താൻ എടുത്തോണ്ടി. അതിന്റെ ആ തണ്ട് നല്ല കയറ്റി ഇങ്ങനെ കുത്താ. ആ തോട്ടേറ്റ് ഉപയോഗിക്കാം. ഇച്ചു കയറിച്ചോ. താങ്ക് യു ട്ടാ. ഞാനല്ല നിങ്ങളെ കയറണ്ടേ, ഞാൻ എൻ്റെ വണ്ടി കയറും. വണ്ടി എടുത്ത ആൾക്കാർ കയറാ. തമാശ കളിച്ചല്ലേ? അഫീഫ് അഫീഫ് കേറട ചങ്ങായി, കേറട ചങ്ങായി, കേറണം. എനിക്ക് കാണാനാണ്, നിങ്ങൾ പോണ കാണണം. എങ്ങനെയുണ്ട് വണ്ടി? റോഡ് പ്രസൻസ് ഉണ്ടോ? എന്നെ അറിയാം നിനക്ക്. വർഷങ്ങളായില്ലേ കൂടെ. എടുക്കാം. വെൽക്കം ബ്രോ, വെൽക്കം. അല്ലാ ഹൈറ്റ് ഉണ്ട്. ആ ഇല്ലല്ല ജിഗേറ് ബാസിലിനായിട്ട്. ബാസിലെവിടെ? ബാസിലെ ബർക്കത്തിലോല് കയറട്ടെ. ബാസിൽ കയറടാ, ആ വണ്ടി കയറി കയറിക്ക. ജന്നെ കയറണ്ടേ? ബർക്കത്തിലോല ആദ്യം കയറട്ടെ. ഈച്ചു കയറിച്ചോ. അപ്പോൾ ഇതാ വണ്ടി കാണുന്നില്ല, പുറത്തുനിന്നൊട്ട് എടുക്കേണ്ടി വരും നമ്മള്.